നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 26 സ്വാഗതം. പിന്നീടൊരിക്കൽ അവർ വത്സങ്ങളെ തെളിച്ചുകൊണ്ട് ഒരു തടാക തീരത്ത് ചെന്നു. അവിടെ കംസഭൃത്യനായ ഭഗനെന്ന അസുരൻ പർവ്വതാകാരമായ കൊറ്റിയുടെ രൂപത്തിൽ അവരെ കാത്തിരിക്കുകയായിരുന്നു. അവൻ പാഞ്ഞു വന്ന് ഭഗവാനെ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു. ഇത് കണ്ട പ്രിയ വയസ്യരെല്ലാവരും ദുഃഖാധിക്യത്താൽ മൂർച്ഛിച്ചു വീണുപോയി. ഭഗന്റെ വായ്ക്കകം കനൽക്കട്ടയെ വിഴുങ്ങിയാലെന്ന പോലെ ചുട്ടുനീറിയതിനാൽ പെട്ടെന്ന് ഭഗവാനെ ഛർദിച്ചു. വീണ്ടും രോഷാകുലനായി കൊക്കുകളെ തുറന്നുകൊണ്ട് കൃഷ്ണനെ കൊത്തിക്കൊല്ലാൻ വന്നു. ഭഗവാൻ ആ കൊക്കുകളിൽ പിടിച്ചുകൊണ്ട് അസുരനെ പുൽക്കൊടിയെന്ന വണ്ണം നിസ്സാരമായി വലിച്ചു കീറിയെറിഞ്ഞു. അസുരന്റെ ഭീമാകാരമായ ശരീരം രണ്ടായി പിളർന്ന് ദൂരെ വീണു. ദേവന്മാർ സന്തോഷിച്ച് പുഷ്പവൃഷ്ടി ചെയ്തു. ശ്രീകൃഷ്ണ കടാക്ഷത്താൽ ബോധം തെളിഞ്ഞ ബാലന്മാർ അസുരൻ ചത്തതും മുകുന്ദൻ സുരക്ഷിതനായി നിൽക്കുന്നതും കണ്ട് കുതിച്ചു ചാടി അച്യുതപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ചില ബാലന്മാർ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചനുമോദിച്ചു. അസുരന്റെ വായിൽപ്പെട്ട് വല്ല മുറിവും പറ്റിയോ എന്ന് ചോദിച്ചുകൊണ്ട് ചിലർ പ്രേമപൂർവ്വം തൊട്ടു തലോടി. ഒരു കേടും സംഭവിച്ചില്ലെന്ന് കണ്ട് ആ നിഷ്കളങ്ക ബാലന്മാർ ആശ്വസ്തരായി. കുട്ടികൾ ഭഗവതത്തെ പറ്റി പറഞ്ഞത് കേട്ട വ്രജവാസികൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ സ്ഥലത്ത് വന്ന് കണ്ട് ആശ്ചര്യസ്തബ്ധരായി നിന്നുപോയി. രാമകൃഷ്ണന്മാരുടെ ഇപ്രകാരമുള്ള അമാനുഷ പരാക്രമങ്ങളെയും മോഹന ബാലലീലകളെയും കണ്ടും കേട്ടും കീർത്തിച്ചും വ്രജവാസികൾ കാലം കഴിച്ചതിനാൽ സംസാര താപങ്ങൾ അവരറിഞ്ഞതേയില്ല. എല്ലാവരെയും പോലെ അവർക്കും ദുഃഖകാരണങ്ങൾ ഉണ്ടാകാഞ്ഞിട്ടല്ല, ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ അന്ധക്കരണം ശ്രീകൃഷ്ണനെ കൊണ്ട് നിറഞ്ഞിരുന്നതിനാൽ സംസാര ദുഃഖത്തിന് അവരുടെ മനസ്സിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം രാവിലെ പള്ളി ഉണർന്നപ്പോൾ ഭഗവാന് തോന്നി, ഇന്ന് മോടിയായി വനഭോജനം കഴിക്കണം, തുടർന്ന് ചില ലീലകളും നടത്തണം. അതിനാൽ ജ്യേഷ്ഠൻ വരണ്ട എന്ന് ഭഗവാൻ കൊമ്പ് വിളിച്ച് കൂട്ടുകാരെ ഉണർത്തി. സങ്കല്പമാത്രത്താൽ തന്റെ അഭിപ്രായം അവരിലും പകർത്തി. എല്ലാവരും ഉറികളിൽ ഉച്ചഭക്ഷണമെടുത്ത് കൊമ്പ് മുതലായവയോടുകൂടി വത്സങ്ങളെയും തെളിച്ചുകൊണ്ട് പുറപ്പെട്ടു. എല്ലാവരെയും അമ്മമാർ സാമാന്യമായി അലങ്കരിച്ചു തന്നെയാണ് അയക്കുന്നത്. എങ്കിലും അവർക്കത് പോരാ. കാട്ടിൽ കിടന്ന് പീലികൾ, തളിരുകൾ, പൂക്കൾ, മണയോല, ചെങ്കൽപ്പൊടി മുതലായവ സംഭരിച്ച് സ്വയം അലങ്കരിച്ചു കൊള്ളും. ആർത്തു വിളിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ വഴിയിൽ കാണിക്കുന്ന ചാബല്യങ്ങൾക്ക് കണക്കില്ല. ഒരുത്തന്റെ സാധനങ്ങളെ മറ്റവൻ മോഷ്ടിക്കും. ഉടമസ്ഥൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവ പല കൈകൾ മറിഞ്ഞു പോകും. അവൻ കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് സങ്കടം പറയും. അപ്പോൾ ഭഗവാൻ കണ്ടുപിടിച്ച് വാങ്ങിക്കൊടുത്ത് സമാധാനിപ്പിക്കും. കൃഷ്ണൻ വനശോഭ നോക്കി രസിച്ച് മുമ്പേ നടക്കും. അപ്പോൾ ഞാൻ ആദ്യം കൃഷ്ണനെ തൊടുമെന്ന് ഓരോരുത്തരും പറഞ്ഞ് മത്സരിച്ചോടിച്ചെന്ന് നാഥനെ കെട്ടിപ്പിടിക്കും. ചിലർ കുഴലൂതും, ചിലർ കൊമ്പ് വിളിക്കും, ചിലർ വണ്ടുകളോടൊപ്പം മൂളും, ചിലർ കുയിലുകളോട് ചേർന്ന് പാടും, ചിലർ പറക്കുന്ന പക്ഷികളോടൊപ്പം ഓടും, ചിലർ അരയന്നങ്ങളെ പോലെ നടക്കും, മയിലുകളെ പോലെ ആടും, ചിലർ മരത്തിൽ കയറി കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു തൂങ്ങും, അവരുടെ കൂടെ കൊമ്പിൽ നിന്ന് മറുകൊമ്പിലേക്ക് ചാടും, ചിലർ വെള്ളത്തിൽ പ്രതിബിംബങ്ങളെ നോക്കി ഗോഷ്ഠി കാണിക്കും, ചിലർ ഗുഹാമുഖത്ത് ചെന്ന് ഉറക്കെ വിളിക്കും, പ്രതിശബ്ദം കേൾക്കുമ്പോൾ കലശൽ കൂട്ടും. അവരോടൊപ്പം ഭഗവാനും കളിച്ചു രസിക്കും. ഇപ്രകാരം ഭക്തവത്സലനായ സർവേശ്വരനോട് ചേർന്ന് ആ ഗോപാല ബാലന്മാരനുഭവിച്ച ആനന്ദമെന്തെന്നും എത്രയും പറയുവാൻ ആർക്ക് കഴിയും? ജ്ഞാനയോഗികൾക്ക് പരബ്രഹ്മമായും ദാസഭാവത്തെ ആശ്രയിച്ച ഭക്തന്മാർക്ക് ഇഷ്ടദൈവമായും മായാമോഹിതരായ ജനങ്ങൾക്ക് കേവലം ഗോപാല ബാലനായും വിളങ്ങിയ ദേവാദിദേവനോടുകൂടി ക്രീഡിച്ച ബാലന്മാർ എത്ര സുഹൃതികളായിരിക്കണം! ആ ഭഗവാന്റെ ശ്രീപാദ പങ്കജങ്ങൾ ബഹുജന്മ തപസ് ചെയ്ത യോഗികൾക്ക് പോലും അഗമ്യമാണ്. പരിപൂർണ സച്ചിദാനന്ദ ഘനവസ്തുവായ ബ്രഹ്മം വ്രജവാസികൾക്കെല്ലാം പ്രത്യക്ഷമായി കണ്ടും തൊട്ടും അനുഭവിക്കാനായി മനുഷ്യനായി അവതരിച്ചു. ഭഗവാൻ അത്രത്തോളം അവർക്ക് സുലഭനായി അനുഗ്രഹിച്ചുവല്ലോ. അവരുടെ മഹാഭാഗ്യത്തെ ആർക്ക് വാഴ്ത്താൻ കഴിയും? അഹോ കൃപാവിശേഷം!
വത്സങ്ങളെ കാളിന്തിയിൽ ജലപാനം ചെയ്യിച്ച് നല്ല പുല്ലുള്ളയിടത്ത് നിർത്തിയിട്ട് ബാലന്മാരെല്ലാവരും കുളി കഴിഞ്ഞ് വീണ്ടും കളിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട് ഒരു മഹാപാപിക്ക് സഹിച്ചില്ല. അവന്റെ പേര് അഘൻ എന്നായിരുന്നു. അമൃതപാനത്താൽ മൃത്യുഭയം തീർന്ന ദേവന്മാർക്കും അവനൊരു പേടി സ്വപ്നമായിരുന്നു. പൂതനയുടെയും ഭഗന്റെയും അനുജനായിരുന്ന അവന് അവരെ വധിച്ച ശ്രീകൃഷ്ണനോട് തീരാത്ത വൈരമുണ്ടായി. ബാലന്മാർ അപായശങ്ക കൂടാതെ കളിക്കുന്നതിനടുത്ത് വന്നു നിന്ന് അവൻ ചിന്തിച്ചു, എന്റെ സഹോദരങ്ങളെയും കൊന്നത് ഈ നിൽക്കുന്ന കൃഷ്ണനാണല്ലോ. ഞാൻ ഇവന്റെയും കൂട്ടുകാരുടെയും കഥ കഴിച്ച് ആ രക്തം കൊണ്ട് തിലതർപ്പണം ചെയ്ത് എന്റെ ഭ്രാതാക്കളെ തൃപ്തിപ്പെടുത്തും. ഈ കുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ ഇവരെ പ്രാണസമാനം സ്നേഹിക്കുന്ന വ്രജവാസികളെല്ലാം താനേ മരിക്കും. അവരെ കൊല്ലാൻ വേറെ പരിശ്രമം ആവശ്യമില്ല. ഇപ്രകാരം മനക്കോട്ട കെട്ടിക്കൊണ്ട് കംസഭൃത്യനായ ആ ദ്രോഹി എല്ലാ ബാലന്മാരെയും ഒന്നിച്ച് വിഴുങ്ങാൻ തക്ക വലുപ്പത്തിൽ ഒരു മലമ്പാമ്പിന്റെ രൂപമെടുത്തു. 1 യോജന വിസ്താരമുള്ള ആ പർവ്വതാകാരൻ വൻ ഗുഹ പോലെ വായും പിളർന്ന് കൃഷ്ണാദികൾ വരുന്ന വഴിയിൽ കാത്തുകിടപ്പായി. അവന്റെ ആരംഭം ദേവന്മാർ അത്യുത്കണ്ഠയോടുകൂടി നോക്കി നിന്നു.